നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിൻ്റെ 38 മുതൽ 43 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, യേശു പിന്നെയും ഉള്ളംതൊന്ന് കല്ലറയ്ക്കലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. കർത്താവായ യേശുക്രിസ്തു മരിച്ച ലാസറിനെ, തൻ്റെ സ്നേഹിതനായ ലാസറിനെ ഉയർപ്പിക്കാനാണ് വന്നത്. ആ സഹോദരികളുടെ ഏക ആശ്രയമായ ആ സഹോദരനെ ഉയർപ്പിച്ച് ആ സഹോദരിമാർക്ക് ധൈര്യവും പ്രത്യാശയും നൽകാനാണ് വന്നത്. ഒപ്പം യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകളുടെ ദുഃഖ ദുരിതങ്ങളിൽ, മരണത്തിൽ യേശു കൂട്ടാളിയായിരിക്കും, സഹായിയായിരിക്കും എന്നൊരു പാഠം കൂടെ പഠിപ്പിക്കാൻ യേശു ആഗ്രഹിച്ചു. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു പിന്നീട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അതാരും കല്ല് നീക്കിയിട്ടല്ല. യേശു കല്ല് നീക്കാതെ പുറത്തു വന്നു. കാരണം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ആ ശരീരം അതൊരു ആത്മശരീരമായിരുന്നു. അതുകൊണ്ട് യേശുവിന് കല്ല് നീക്കാതെ പുറത്തു വരാൻ സാധിച്ചു. പിന്നീട് യേശു യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് ശിഷ്യന്മാർ ഒരു വീട്ടിലൊരു മുറിയിൽ കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കാതെ അകത്ത് ചെന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ശരീരം ആത്മശരീരമായിരുന്നു. പക്ഷെ ഇവിടെ ലാസറിൻ്റെ ശരീരം, ഉയർത്തെഴുന്നേറ്റ ശരീരം അങ്ങനെയായിരുന്നില്ല. കാരണം ആളുകൾ പിന്നീട് പറയുന്നുണ്ട് ലാസറിനെയും കൊല്ലണം. തീർച്ചയായിട്ടും ലാസറിന് കുറേക്കൂടെ ആയുസ് ദീർഘമാക്കി നൽകുകയാണ് ദൈവം ചെയ്തത്. പണ്ട് ഹിസ്കിയാവ് എന്നൊരു രാജാവിന് മരണം സംഭവിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ വന്നറിയിച്ചു. ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം പറഞ്ഞത്, നിനക്ക് രോഗസൗഖ്യം ഉണ്ടാകും, 15 വർഷം നിന്റെ ആയുസ്സിനെ ദീർഘമാക്കിയിരിക്കുന്നു എന്നാണ്. അതുതന്നെയാണ് ലാസറിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. ലാസറിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കി കൊടുത്തു. ലാസർ പിന്നീട് കുറേ കാലം കൂടെ ജീവിച്ചിരുന്നിട്ട് തീർച്ചയായിട്ടും മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാസറിൻ്റെ ശരീരത്തെ ഈ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഈ കല്ല് നീക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ അത് യേശുവിന് തന്നെ സാധിക്കും. ഒരുപക്ഷെ അത് പലത് ചേർന്ന് ഉരുട്ടിവെച്ച ഒരു കല്ലായിരിക്കാം. സർവശക്തനായ യേശുവിനോ തനിക്ക് തന്നെ ആ കല്ല് മാറ്റാം, ഇല്ലെങ്കിൽ ചിലരുടെ സഹായത്താൽ മാറ്റാം. പക്ഷേ ഇവിടെ യേശു ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കല്ല് മാറ്റുക. അതിനകത്ത് ചില ഉദ്ദേശങ്ങൾ കർത്താവിനുണ്ട്, അല്ലെങ്കിൽ ചില അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ നാറ്റം വെച്ച ശരീരത്തോടു കൂടെ ലാസർ അവിടെ ആ കല്ലറയിൽ ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ കാണണം. ലാസർ മരിച്ചിരുന്നു, അതൊരു സത്യമാണ്. നാറ്റം അത് വെളിപ്പെടുത്തുന്നു. രണ്ടാമത്, യഹൂദന്മാർ ഒരാളെ അടക്കുന്നത് വലിയ ശീലകൾ, നീളമുള്ള ശീലകൾ ചുറ്റി, ഒരു പുഴുവിനെ പോലെ അപാദചൂടം ചുറ്റിയാൽ, അങ്ങനെ ചുറ്റപ്പെട്ട ഒരാൾക്ക്, ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ശ്വാസം എടുക്കാനോ ഒന്നും സാധിക്കുകയില്ല. 2, ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ആ നിലയിൽ അവിടെ നിന്ന് അനങ്ങാനോ പുറത്തു വരാനോ സാധിക്കുകയില്ല. അപ്പോൾ ഈ നാറ്റം നിമിത്തം ലാസർ മരിച്ചിരുന്നു. 4 ദിവസമായ ഈ ലാസറിൻ്റെ ശരീരം അത് ശവമായിട്ട് നാറ്റം വെച്ച് മാറിയിരുന്നു. 2, അവിടെ ആ ശരീരം ഉണ്ടായിരുന്നു. അത് ജനങ്ങൾ കാണണം, ജനങ്ങളത് മനസ്സിലാക്കണം. പിന്നെ ഒരു ആക്ഷേപം ആളുകൾ ഉന്നയിക്കാനിടയാകും. രണ്ടാമതായിട്ട്, ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ എന്നുള്ള നിലയിൽ
നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. ഏലിയാവ് രാജാവിൻ്റെ അടുക്ക വന്ന് ഞാൻ പറഞ്ഞില്ലാതെ മഞ്ഞുമഴ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് പോയത്, ദൈവനിർദ്ദേശപ്രകാരം പോയത് ഒരു തോട്ടരിയത്തേക്കാണ്. ഏലിയാവിനോട് പറഞ്ഞത് തോട്ടിലെ വെള്ളം നീ കുടിച്ചുകൊള്ളണം എന്നാണ്. ദൈവത്തിന് ഏലിയാവിന് വെള്ളം എത്തിച്ചു കൊടുക്കാനായിട്ട് ഒരു ദൂതനെ കൊണ്ട് വെള്ളം എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ അവിടെ വെള്ളം ആ തോട്ടിലുണ്ട്, അത് നീ കുടിച്ചുകൊള്ളുക എന്നാണ് ദൈവം പറഞ്ഞത്. ഇവിടെ ഈ ശിഷ്യന്മാരെ സംബന്ധിച്ച് അവർക്ക് ഈ കല്ല് ഉരുട്ടിക്കളയാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ, ദൈവവേലയിൽ, പ്രത്യേകിച്ച് ആളുകളെ ആത്മീയമായി ആളുകൾക്ക് ജീവൻ നൽകുന്ന ശുശ്രൂഷയിൽ അത് ദൈവമാണ് ചെയ്യേണ്ടത്. ആളുകളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റേണ്ടത് ദൈവമാണ്. പക്ഷെ ആ ശുശ്രൂഷയിൽ നമുക്ക് ചെറിയ ചെറിയ പങ്കുകൾ വഹിക്കാനായിട്ട് കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ കർത്താവ് കാണിച്ചത്. അപ്പോൾ മനുഷ്യൻ എടുത്തു വെച്ച കല്ല്, തടസ്സങ്ങൾ മനുഷ്യൻ തന്നെ മാറ്റുക, അതാണ് ഇതിൻ്റെ മറ്റൊരർത്ഥം. അങ്ങനെ അവർ കല്ല് നീക്കിക്കഴിഞ്ഞപ്പോൾ ആ ദുർഗന്ധം കൊണ്ട് ആ ശവം അവിടെ ഉണ്ട് എന്ന ആൾക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഉറപ്പായി മനസ്സിലായി. അവരത് കാണുകയും ചെയ്തു. യേശു പറഞ്ഞ് കല്ല് നീക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ, ദൈവം ചെയ്യുന്ന ഈ കാലത്ത് ചെയ്യുന്ന ശുശ്രൂഷയിൽ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പങ്കുകൾ വഹിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രസംഗമായാലും പാട്ടായാലും നമ്മൾ പണം മുടക്കുന്നതായാലും ഈ കല്ല് നീക്കുന്നത് പോലെയുള്ള ആ ചെറിയ പങ്കാളിത്തമാണ് എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം. തീർച്ചയായിട്ടും ലാസർ ഉയർത്തെഴുന്നേറ്റ് അവരോടുകൂടെ ജീവിക്കാനിടയായ ആ കാലത്ത് ഈ കല്ല് നീക്കിയ ആളുകൾക്ക് അഭിമാനത്തോടെ പറയാം, ഞാനും കൂടെ ചേർന്നാണ് കല്ല് നീക്കിയത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ചെറുതെങ്കിലും എളിയതെങ്കിലും ആയ ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് മനസ്സ് വയ്ക്കാം. നമുക്ക് അതിനായി സന്നദ്ധരാകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.